Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സെക്ഷൻ 1ലെ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കോസ്റ്റ് ഗാർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇഫ് 70% ഓഫ് പി ഈസ് ഈക്വൽ ടു 20% ഓഫ് ക്യൂ, ദെൻ വാട്ട് പെർസെൻറ്റ് ഓഫ് പി ഈസ് ക്യൂ? ഓപ്ഷൻ എ 250%, ഓപ്ഷൻ ബി 315%, ഓപ്ഷൻ സി 350%, ഓപ്ഷൻ ഡി 280%. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 70% ഓഫ് പി ഈസ് ഈക്വൽ ടു 20% ഓഫ് ക്യൂ ആണ്. അങ്ങനെയെങ്കിൽ പിയുടെ എത്ര ശതമാനമാണ് ക്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് പിയുടെ 70% തുല്യമാണ് ക്യൂയുടെ 20% എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിക്ക് ഒരു വാല്യൂ എടുക്കാം. പി നമുക്ക് ജസ്റ്റ് ഒരു 100 എടുക്കുകയാണെങ്കിൽ പിയുടെ 70% എന്ന് പറയുന്നത് എന്തായിരിക്കും? 70 ആയിരിക്കും. ഈ 70ക്ക് തുല്യമാണ് എന്ത്? 20% ഓഫ് ക്യൂ. അതായത് 20% ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു 70 ആണ്. അപ്പം 10% എന്തായിരിക്കും? ഇതിൻ്റെ പകുതി 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35. അപ്പോൾ ഇതിൻ്റെ 100% എന്തായിരിക്കും? 350. അപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂ കിട്ടി? പി ഈസ് ഈക്വൽ ടു 100 ആയി, ക്യൂ ഈസ് ഈക്വൽ ടു 350 ആയി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? പിയുടെ എത്ര ശതമാനമാണ് ക്യൂ? അതായത് പിയുടെ 350% എന്ത്? ക്യൂ. അതായത് 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആയിരിക്കും, പിയുടെ 200% എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും, പിയുടെ 300% എന്ന് പറഞ്ഞാൽ 300 ആയിരിക്കും, പിയുടെ 350% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 350 ആണ്. സോ എത്ര പെർസെൻറ്റേജ് ആണ്? 350%. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഏജസ് ഓഫ് മനോജ് ആൻഡ് മഹേന്ദ്ര ആർ ഇൻ ദ റേഷ്യോ ഓഫ് 4:3 ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദെയർ ഏജ് ഈസ് 11 years. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 5 years? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മനോജിൻ്റെയും മഹേന്ദ്രയുടെയും വയസ്സിൻ്റെ റേഷ്യോ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതായത് മനോജിൻ്റെയും മഹേന്ദ്രൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ 4:3 ആണ്. ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 years ആണ്. അങ്ങനെയെങ്കിൽ 5 വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 49:38, ഓപ്ഷൻ ബി 39:28, ഓപ്ഷൻ സി 44:33, ഓപ്ഷൻ ഡി 38:49. സോ ഇതാണ് അവരുടെ ഏജിൻ്റെ റേഷ്യോ. ഇപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞത് 11 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 11 കൊണ്ട് ഈ ഒരു 2 റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 × 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 ആണ്, ഈസ് ഇവിടെ 33 എന്ന് വരും. ഇപ്പോൾ ഇതാണ് ഇവരുടെ ഏജ്. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 5 വർഷത്തിന് ശേഷം അവരുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുക? 5 ആഡ് ചെയ്യുക. 44 + 5 എന്ന് പറഞ്ഞാൽ 49 ആണ്, ഈസ്റ്റ് 33 + 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38. അപ്പോൾ ഇതാണ് 5 വർഷത്തിന് ശേഷം ഇവരുടെ പ്രായം. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ കാർ ട്രാവലിംഗ് അറ്റ് 40 km/h കംപ്ലീറ്റ് എ ജേർണി ഇൻ 5 hours. അറ്റ് വാട്ട് സ്പീഡ് വിൽ ഇറ്റ് ഹാവ് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ 8 hours? ഓപ്ഷൻ എ 30 km/h, ഓപ്ഷൻ ബി 40 km/h, ഓപ്ഷൻ സി 35 km/h, ഓപ്ഷൻ ഡി 25 km/h. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു കാറ് 40 km/h വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അത് ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് 5 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതേ കാറ് 8 മണിക്കൂർ കൊണ്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയത് എങ്കിൽ എത്ര വേഗതയിലാണ് പോയിട്ടുള്ളത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് കേസിൽ എന്ത് കണ്ടെത്തണം? മൊത്തം ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്ന് കണ്ടെത്തണം. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്.
സോ ഇവിടുത്തെ സ്പീഡ് 40 km/h ആണ്. ടൈം എന്ന് പറഞ്ഞ് 5 ആണ്. സോ 5 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ആണ്. സോ 200 km ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ 200 km ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 8 മണിക്കൂറാണെങ്കിൽ അതിൻ്റെ വേഗത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇനി എന്ത് കാണണം, ഇവിടെ സ്പീഡ് കാണാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് 200/8. 200/8 എന്ന് പറഞ്ഞാൽ 25 km/h ആണ് ഇതിൻ്റെ വേഗത. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, the sum of 1750 is divided into 2 parts such that interest on first part at 8% per annum and second part at 6% per annum are equal. Interest on each part is ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 55, ഓപ്ഷൻ സി 61, ഓപ്ഷൻ ഡി 63. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഒരു സമ്മ് 1750 രൂപയുണ്ട്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എയും ബിയും ആക്കാം. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് പാർട്ട് എയിലെ 8% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, പാർട്ട് ബിയിൽ 6% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഇവയുടെ സിമ്പിൾ ഇൻട്രസ്റ്റുകളുടെ തുക ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഒന്നാമത്തെ ഭാഗത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8% ആണ്, രണ്ടാമത്തെ ഭാഗത്ത് 6% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും, എയുടെ എ ഓഫ് 8% ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, ബിയുടെ 6% ആയിരിക്കും. സോ ഈ രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റുകൾ എന്താണ്, ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ എ ഓഫ് 8% ഈസ് ഈക്വൽ ടു ബി ഓഫ് 6%. സോ നമുക്ക് ഈ പെർസെൻറ്റേജ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം, ചെറുതാക്കാം. ഇവിടെ 6ഉം 8ഉം ഉള്ളത് നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് 3 കിട്ടും, ഇവിടെ 4 കിട്ടും. ഇനി നമുക്ക് എയുടെയും ബിയുടെയും യൂണിറ്റ് വാല്യൂ എടുക്കാം. സോ a/b ഈസ് ഈക്വൽ ടു എന്ത് വരും, 3/4. അപ്പം എ ഈസ് ഈക്വൽ ടു 3 യൂണിറ്റും ബി ഈസ് ഈക്വൽ ടു 4 യൂണിറ്റും കിട്ടി. ടോട്ടൽ 7 യൂണിറ്റ് ഉള്ളത്. 7 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എത്ര, 1750. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1750 ഡിവൈഡ് ബൈ 7, ദാറ്റ് ഈസ് 250. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഒരു ഭാഗത്തെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടാൽ മതി. സോ എ എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് അല്ലേ. സോ 3 യൂണിറ്റ് എന്തായിരിക്കും, 750. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, ഫസ്റ്റത്തെ കേസിൽ എയുടെ 8%, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 750 ആണ്. അതിൻ്റെ 1% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 7.5 ആണ്. 1% 7.5 ആണ്. 2% എന്തായിരിക്കും, 15. നമ്മളോട് കണ്ടെത്താൻ 8% ആണ്. സോ 4% 30 ആയിരിക്കും, 8% 60 ആയിരിക്കും. സോ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, 60. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹൗ മച്ച് വിൽ RS 25,000 എമൗണ്ട് ടു ബി ഇൻ 2 years at compound interest if the rate of interest for successive years be 4% and 5% per year? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു എമൗണ്ട് ഉണ്ട് 25,000 രൂപ. ഇത് 2 വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും ലഭിക്കുന്ന തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ വർഷം 4% ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ വർഷം 5% ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിൽ ആ ഒരു എമൗണ്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സോ ഒന്നാമത്തെ വർഷം പറഞ്ഞിട്ടുണ്ട് 4% ഇൻട്രസ്റ്റ്. അപ്പം 25,000ൻ്റെ 10% 2,500 ആണ്. ദെൻ 1% എന്ന് പറഞ്ഞാൽ 250 ആണ്. സോ 4% എന്ന് പറഞ്ഞാൽ എന്താണ്, 4 × 250 ദാറ്റ് ഈസ് 1000. അപ്പം ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായി, 25,000 + 1000 26,000 രൂപയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ. ഇനി അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്, 5% ആണ്. സോ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,600 ആണ്. സോ 5% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1,300. ഇപ്പോൾ ടോട്ടൽ എന്തായി, 26,000 +
300 എത്ര വന്നു? 27,300. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ദ ഗിവൺ ഡാറ്റ റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ നമുക്ക് ഒരു ഡാറ്റ നൽകിയിട്ടുണ്ട് 21, 22, 24, 25, 25, 18, 26. അപ്പോൾ ഇതിൻ്റെ മീനും മീഡിയനും ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ 4 ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഏറ്റവും ചെറുത് 18 ആണ്. 18, പിന്നെ 21, 22, 24, 25, 25, 26. ഇനി നമുക്ക് ഇതിൻ്റെ മീഡിയൻ കാണാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലെ സംഖ്യയാണ്. ഇവിടെ 7 ഡിജിറ്റാണ് ഉള്ളത്. സോ ഇതിൽ 24 ആണ് ഇതിൻ്റെ മീഡിയൻ. അപ്പോൾ മീഡിയൻ നമുക്ക് കിട്ടി 24. ഇനി നമുക്ക് മീൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ആഡ് ആക്കിയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ വാല്യൂ ആയിരിക്കും മീൻ. സോ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷനിൽ മീഡിയൻ 24 ആയിട്ടുള്ളത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയാണ്? 23 തന്നെയാണ്. സോ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം, ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 20% ഫോർ Rs 450, then what will be the price of the article if it is sold at a 20% profit? ഓപ്ഷൻ എ Rs 475, ഓപ്ഷൻ ബി Rs 575, ഓപ്ഷൻ സി Rs 675, ഓപ്ഷൻ ഡി Rs 775. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ആർട്ടിക്കിൾ 20% ലോസിന് വിറ്റത് 450 രൂപയ്ക്കാണ്. അപ്പം ഈ ഒരു സാധനം 20% ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ 450 എന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ 80% വാല്യൂ ആണ്. അപ്പം 80% എന്ന് പറയുന്നതാണ് എത്ര? 450. ഇനി ഇതിൻ്റെ 100% കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. സോ 80/80 ഇവിടെ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1% കിട്ടും. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഇത് 1%-ൻ്റെ വാല്യൂ ആണ്. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യേണ്ട, കാരണം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പോയിന്റ് വരുന്ന സംഖ്യയാണ് വരുന്നത്. സോ ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? 20% ലാഭത്തിന് വിൽക്കണം. അതായത് ഈ കോസ്റ്റ് പ്രൈസിൻ്റെ 120% എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്താണ്? 450 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. ഇനി അതിൻ്റെ 120% കാണും. 20% ലാഭത്തിന് വിൽക്കണം എന്നാണല്ലേ പറയുന്നത്. സോ 120 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇത് നമ്മൾ 100 ഇവിടെ കട്ട് ചെയ്തു. then ഇവിടെ 80ഉം 120ഉം കട്ട് ചെയ്യുകയാണെങ്കിൽ 40 ഇവിടെ 2 പ്രാവശ്യമുണ്ട്, ഇവിടെ 3 പ്രാവശ്യമുണ്ട്. ഇനി നമുക്ക് 450 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 225 സോ 225 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 675. അപ്പം 20% ലാഭത്തിന് വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 675 രൂപയ്ക്ക് വിൽക്കണം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ പെർസെൻറ്റേജസ് ഓഫ് 3 persons in proportions 8:4:3. 5 years ago, the sum of their ages was 90. Find their present ages in years. ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 3 ആൾക്കാരുടെ പ്രസൻറ്റ് ഏജസിൻ്റെ റേഷ്യോ 8:4:3 ആണ്. ഇനി 5 വർഷം മുന്നേ ഈ 3 ആൾക്കാരുടെയും ഏജുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവയുടെ തുക 90 ആയിരുന്നു. ഇത് 5 വർഷം മുന്നേ ആണ്. അപ്പം ഇപ്പോഴത്തെ ഇവരുടെ ടോട്ടൽ ഏജ് എന്തായിരിക്കും? 5 വർഷം മുന്നേ ഉള്ളതാണ് 90. അപ്പം 5 വർഷം കഴിയുമ്പം ഓരോരുത്തരേത് 5 ഇയർ വെച്ച് കൂടും. അപ്പോൾ ടോട്ടൽ ഇവിടെ 3 പേരുള്ളത് 15 കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 105 ആണ് ഇപ്പം ഇവരുടെ 3 ആൾക്കാരുടെ ഏജ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 8x + 4x + 3x is equal to 105 ആണ്. ഇപ്പോൾ ഇത് 15x is equal to 105. സോ x is equal to എന്ത് വരും? 105/15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. സോ എക്സിൻ്റെ വാല്യൂ 7 കിട്ടി. ഇനി നമുക്ക് ഇവരുടെ പ്രസൻറ്റ് ഏജ് കാണാം.
7 ഇൻറ്റു 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 56 ഒന്നാമത്തെ ആളുടെ ഏജ്. നെക്സ്റ്റ് 7 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 28. നെക്സ്റ്റ് 7 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ ഇവരുടെ പ്രസൻറ്റ് ഏജസ് എത്രയാണ്? 56, 28, 21. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻ എ ഫാമിലി ഓഫ് 14 members, the average age of all the family members is 30 years. A new baby born in the family. Find the average age of all the family members after 4 years. നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫാമിലിയിൽ 14 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആവറേജ് ഏജ് 30. അപ്പോൾ ഈ ഒരു ഫാമിലിയിലേക്ക് ഒരു ന്യൂ ബോൺ ബേബി കൂടെ വരികയാണെങ്കിൽ 15 ആൾക്കാരാവും. അപ്പം 4 വർഷത്തിന് ശേഷം ഇവരുടെ ആവറേജ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതുവരെയുള്ള ഇവരുടെ ടോട്ടൽ ഏജ് എന്തായിരിക്കും? 30 ഇൻറ്റു 14 നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 420 കിട്ടും. അപ്പോൾ 20 ഇതുവരെയുള്ള ഇവരുടെ ടോട്ടൽ ഏജ്. അപ്പോൾ ഇനി അങ്ങോട്ട് 4 വർഷമുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തിലുള്ള ഇവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 15 ഇൻറ്റു 4 ദാറ്റ് ഈസ് 60. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4 വർഷത്തിന് ശേഷമുള്ള ഇവരുടെ ആവറേജ് ഏജ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ടോട്ടൽ ഏജ് കിട്ടും. അതായത് 4 വർഷത്തിന് ശേഷമുള്ള ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 420 + 60 ദാറ്റ് ഈസ് 480. ഇനി ഇവരുടെ ആവറേജ് ഏജ് കാണാലോ. 480 ഹരിക്കണം 15 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 32. അപ്പോൾ ഇവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 4 വർഷത്തിന് ശേഷം ഈ ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ് ഓപ്ഷൻ ബി 32 ഇയേഴ്സ്. അടുത്ത ചോദ്യം, ഇഫ് a³ + b³ + c³ = 3abc, ഫൈൻഡ് ദ വാല്യൂ ഓഫ് abc. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 0. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് a³ + b³ + c³ = 3abc ആണെങ്കിൽ a + b + cയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ 0 ആണ്. നമുക്കതിൻ്റെ ഡെറിവേഷൻ പഠിക്കണ്ട, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. a³ + b³ + c³ = 3abc ആണെങ്കിൽ അതിൽ a + b + cയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സോ മെൻ്റൽ എബിലിറ്റിയിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടോ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.